ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു ലൂസ് ഫിറ്റ് ഷർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബാഗി ഷർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ കോട്ട് കോളർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഓപ്പൺ വരുന്ന സൈഡാണ് എൻ്റെ നേരെ കാണുന്നത്. നിങ്ങളുടെ ചെസ്റ്റിൻ്റെ വിട്ട് എത്രയാണോ അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ട് വേണം നിങ്ങൾ ഇതുപോലെ മടക്കിയിടാൻ വേണ്ടിയിട്ട്. ഞാനൊരു മീഡിയം സൈസ് ഷർട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് താഴത്തേക്ക് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 20.5 ആണ് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ക്രോപ്പ് ഷർട്ടായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ലെങ്ത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഫ്രണ്ടിൽ കോട്ട് കോളർ വരുന്ന ആ ഒരു ബ്ലാക്കറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് മുകളിൽ നിന്ന് ഇതുപോലെ താഴെ വരെ ഈ ഓപ്പൺ സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കണം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഒരു ക്രോപ്പ് ഷർട്ട്, അതായത് കോട്ട് കോളർ ഷർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബിഗിനേഴ്സിനൊക്കെ. അപ്പോൾ ഇതിലും എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇതിന് ശേഷം ഇതിൻ്റെ ഈ ലൈനിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ ഈ ബോഡി മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ എടുത്ത് കൊടുക്കാം. ഇതൊരു ലൂസ് കൈൻഡ് ഓഫ് ഷർട്ട് ആയത് കാരണം, ഒരു ബാഗി ഷർട്ട് ആയത് കാരണം ഞാൻ ഷോൾഡർ ഇവിടെ 9.5 ആണ് എടുക്കുന്നത്. ആം ഹോൾ അതുപോലെ തന്നെ 9.5 ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനുശേഷം വേറെ മാർക്കിംഗ് ഒന്നുമില്ല, താഴെ വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ലൈൻ അകത്തേക്കായിട്ട് മടക്കി തുണി വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ലൈൻ്റെ അപ്പുറത്തേക്ക് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു 2.5 ആണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ലെങ്ത്ത് എടുക്കുന്നത് 2.5 തന്നെയാണ്. ഇതൊരു ചെറിയ ബോക്സാക്കി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കേവ് പോലെ ചെയ്ത് കൊടുത്തു. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വി പോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഓൾറെഡി അത് ചെയ്ത് കൊടുത്ത കാരണം കുഴപ്പമില്ല, സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഞാൻ ശരിയാക്കി എടുക്കും. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വി പോലെ വരച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ പ്ലാക്കറ്റിൻ്റെ ഇങ്ങോട്ട് ഒരു സ്ലാൻഡിങ് പോലെ ഇതുപോലെ വരച്ചു കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പക്ഷേ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഞാൻ അത് അവിടെ എത്തിയപ്പോൾ ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പ് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചൊക്കെ കൊടുക്കാട്ടെ. ഞാനിവിടെ ഒരു 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെക്കിൻ്റെ ലൈനിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ബാക്കിലെ പീസ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഫ്രണ്ടിലെ പ്ലാക്കറ്റ് ആദ്യം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ട്രേസ് എടുത്തിട്ടാണ് ബാക്കിലെ പീസ് കട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാക്കറ്റിൻ്റെ ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് ട്രേസ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ എളുപ്പമാണ്, ബിഗിനേഴ്സിന് കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്ലാക്കറ്റ് ആദ്യം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ചിൻ്റെ ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ ബ്ലാക്കിൻ്റെ സൈഡിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ കുറച്ചും കൂടി സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് മടക്കി അടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം ഭാഗം ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡും. രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നെക്ക് പാർട്ട് ഒന്ന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ തുണി ഇതുപോലെ എടുത്തിട്ട് നല്ല വശം വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് പാർട്ടിൽ പ്ലാക്കറ്റിൻ്റെ ഭാഗം ആ നെക്ക് പാർട്ടും കൂടി ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആദ്യം ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരു കർവ് ഷേപ്പിലല്ലേ കട്ട് ചെയ്തത്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനിവിടെ കർവ് ഷേപ്പ് കട്ട് ചെയ്ത കാരണം എനിക്ക് എക്സ്ട്രാ കുറച്ച് പീസ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിലത്തെ കോട്ട് കോളറിൻ്റെ പകുതി പണി ഇവിടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ പാർട്ടും നമ്മൾ ചെയ്തെടുക്കണം. ഇതുപോലെയാണ് ഇത് വെറുതെ നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടിരിക്കും. ഇവിടെയാണ് നമ്മൾ ബട്ടൺ ഹോളൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത പീസ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിനി ബാക്ക് പാർട്ട് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തേക്കാണ് 9.5. ഷോൾഡർ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ 9.5 ആം ഹോളും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രണ്ടിൽ പാർട്ട് ഒന്ന് വെച്ചിട്ട് ട്രേസ് എടുക്കുവാണ്. അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് സൈഡാണ് എൻ്റെ നേരെ വരുന്നത്, ഓപ്പൺ സൈഡ് അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ അതുപോലെ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ട്രേസ് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതിയാവും. അത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ്. പിന്നെ നെക്കിൻ്റെ കാര്യം വരുമ്പോൾ വിഡ്ത്ത് 2.5 തന്നെയാണ്. ഇറക്കം ഞാനൊരു 1 ഇഞ്ചാണ് എടുക്കുന്നുള്ളൂ. ഷോൾഡർ സ്ലോപ്പും 1 ഇഞ്ച് തന്നെ കേട്ടോ. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ബാക്ക് പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഞാൻ 4ആയിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ഒരു ലെങ്ത്ത് ഒരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. 10 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സ്ലീവ്സിൻ്റെ വിഡ്ത്തായിട്ട് 10 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ആം ഹോളിൻ്റെ അനുസരിച്ചാണ്, ആം ഹോൾ നമ്മൾ ലൂസായിട്ടാണല്ലോ മെഷർമെൻറ്റ് എടുത്തത്. അപ്പോൾ 10 ഇഞ്ചാണ് ഇവിടെ വിഡ്ത്തായിട്ട് എടുക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്കായിട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിലേക്ക് നമ്മൾ സ്ലീവ്സിൻ്റെ ഷേപ്പ് ഇതുപോലെ ഡ്രോ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് താഴത്ത് നമ്മൾ ബോട്ടം റൗണ്ട് ഒരു തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഒരു 8.5 ഇഞ്ച് നമ്മൾ താഴത്ത് ബോട്ടം റൗണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിൽ നിന്ന് താഴത്തേക്കായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് ഇവിടെ കട്ട് ചെയ്ത് കിട്ടും. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. ബാക്കും ഫ്രണ്ടും കൂടി നമുക്ക് ഷോൾഡർ ആദ്യം ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല വശം കൂടി വെച്ചിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ ഇൻ്റർലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും 2 സ്റ്റിച്ച് കൊടുത്ത് ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി കോളറിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ തേക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് എടുത്തതായത് കാരണം. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി വെച്ചിട്ട് ഒരു 2 ഇഞ്ച് വരത്തക്ക വിധത്തിൽ മടക്കി വെച്ചിട്ട് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കാം കേട്ടോ. അതിന് 2 സൈഡും നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിലും അകത്തും പുറത്തുമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ മാർക്കിങ്ങിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കോളർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം മാർക്കിങ്ങിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രം നമുക്കൊന്ന് മെഷർമെൻറ്റ് എടുക്കണം. അതിന് വേണ്ടി ടേപ്പ് ഇതുപോലെ ആ മാർക്കിൽ വെച്ചിട്ട് അപ്പുറത്തെ മാർക്ക് വരെ എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് ചുറ്റി വന്നപ്പോഴത്തേക്കും ഒരു 10 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ കോളറാണ് നമുക്ക് റെഡിയാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പർ 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. 3 ഇഞ്ചിൻ്റെ വിത്താണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് നമ്മൾ 10ൻ്റെ പകുതി 5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കണം. എന്നിട്ട് വരച്ചതിൻ്റെ മുകളിലായിട്ടൊരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആ ലൈനിലേക്ക് സ്ലാൻഡിങ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്രഞ്ച് കർവിൻ്റെ സ്കെയിലില്ലേ അത് വെച്ചിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മുകളിൽ വരത്തക്ക വിധത്തിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളറാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കറക്റ്റായിട്ട് 5 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കുവാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് 5 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തുണിയിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്ത് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ കോളർ എൻ്റെ ആ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കണം. അതിനുശേഷം നമുക്ക് ഈ തുണിയിൽ വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുവാണ്. മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു തുണിയുടെ നല്ല വശത്തും വെച്ചിട്ട് നമുക്ക് ഈ കോളർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണത്തക്ക വിധത്തിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. അറ്റാച്ച് ചെയ്യുമ്പോൾ താഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ അറ്റാച്ച് ചെയ്യാൻ. ഇതേ വീഡിയോയിൽ കാണുന്ന വിധത്തിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ മുകളിലേക്കായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. കോർണറിൽ കുത്തി നിർത്തിയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്ന് ആ ഒരു കോർണറിലും കുത്തി നിർത്തി താഴത്തേക്ക് വരാം കേട്ടോ. താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളൊരു 1/4 ഇഞ്ച് വിടണം. നമുക്ക് ഷർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാനൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ലോക്ക് ചെയ്ത് നിർത്തുക. എന്നിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള പീസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസുകൾ എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു 1/4 ഇഞ്ച് വിട്ടാൽ മതി. ബാക്കിയുള്ള പീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം 2 കോർണറിലും ഒന്ന് ഒരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് ഇത് തിരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കോളർ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ ഞാനത് കോളർ നല്ല അതിൻ്റെ എഡ്ജസൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുവാണ്. ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നമ്മുടെ ഷർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ബാക്ക് പീസിൽ ഒരു നോച്ച് കൊടുക്കണം. മിഡിൽ പോർഷൻ അതുപോലെ തന്നെ കോളറിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു നോച്ച് കൊടുക്കണം. എന്നിട്ട് ഈ നോച്ച് കൊടുത്ത ഭാഗങ്ങൾ ഒരുപോലെ വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് 2 സൈഡിലേക്കുമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ വെച്ചിട്ട് നല്ല വശം വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തില്ലേ ഒരു 2 ഇഞ്ച്, ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണം അവിടം വരെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം വരെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ബാക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ 2 പ്രാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഞാൻ പറയുന്നതിലായിരിക്കും ചിലപ്പോൾ കോംപ്ലിക്കേഷൻ തോന്നുക കേട്ടോ. കാരണം എനിക്കിത് പറയാൻ കേട്ടോ അങ്ങനെ മനസ്സിലാത്തൊക്കെ ഇതിൽ പറയാനൊന്നും അറിയില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ, മനസ്സിലായില്ലേ എന്നുള്ളത്. അങ്ങനെ നമ്മൾ കോളർ ഒരു സൈഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ വെച്ചിട്ട് എൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ വെച്ചിട്ട് അകത്തേക്കാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നാലും എനിക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ കോളർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഞാൻ ലുക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് വരുന്നത്. ഇത് ഞാൻ അയണൊന്നും ചെയ്തിട്ടില്ല. അയൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നല്ല ഇതായിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ എടുക്കുന്നില്ല, ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ്. ഞാൻ വേറെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് വെച്ച് നോക്കിയതാണ്, എനിക്ക് ലെങ്ത് എത്ര വേണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. ഒരു 6.5 6 ഒക്കെയാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇനി നമുക്ക് സൈഡ് അടിക്കണം. സൈഡ് അടിച്ചിട്ട് അടിഭാഗം 2ആയിട്ട് മടക്കിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ട് റെഡി ആവും കേട്ടോ. അപ്പോൾ സൈഡ് അടിക്കുമ്പോൾ ഷേപ്പിലൊന്നും അടിക്കാൻ നിൽക്കണ്ട. ഷേപ്പിലൊന്നും മെഷർമെൻറ്റ് ചെയ്തിട്ടല്ല അടിക്കുന്നത്. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. അത് നമുക്ക് അത്ര ഷേപ്പായിട്ട് വരുന്ന ഷർട്ടൊന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ താഴ്ഭാഗം ഇനി മടക്കിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ട് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിനകത്ത് ബട്ടൺസ് വെക്കണം, പിന്നെ ബട്ടൺ ഹോളും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്സ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബട്ടൺ ഹോളും ബട്ടണും വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷർട്ട് റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും സിമ്പിളാണോ അല്ലേ എന്നുള്ളത് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ വോയിസ് ഓവർ തരണ്ടാന്ന്, ജസ്റ്റ് എന്തെങ്കിലും മ്യൂസിക് ഇട്ടിട്ട് സ്ക്രീനിൽ എഴുതി കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വോയിസ് ഓവർ ചെയ്തു. എനിക്ക് കുറച്ച് പേഴ്സണൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. എനിക്ക് തീരെ താല്പര്യമില്ല വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്താൽ ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യാത്ത. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ ഓർത്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അത് കഴിഞ്ഞു. ബട്ടൺ ഹോളും കൂടി പിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഷർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.